എന്റെ സൈഡ് തന്നെയാണ്, എനിക്ക് ഫ്രണ്ടും കാണുകയും ചെയ്യാം. ഞാൻ ആ സൈഡ് ഒന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടില്ലേ? ക്ലച്ച് ചവിട്ടി സൈഡ് ചേർത്തു, നേരെയാക്കി ബ്രേക്ക് വെച്ചു. അല്ല, നിങ്ങളെ ഒരിക്കലും നിങ്ങൾ സൈഡ് ചേർന്ന് നിർത്തുന്ന സമയത്ത് കൊണ്ട് നിർത്തുന്ന ഭാഗത്ത് വരുമ്പോൾ ഒരുപോലെ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നിർത്തരുത്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി നേരെ നിൽക്കാൻ പ്രയാസവും നേരെ ആകാത്തതിന്റെ കാരണം. ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി, ഇതുപോലെ ചെയ്തുകൊണ്ട് എനിക്ക് ആ വണ്ടിയെ കയറി ഇരിക്കാനുള്ള പേടി മാറി, എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഒരു വാഹനം എങ്ങനെയാണ് പേടി കൂടാതെ വെപ്രാളം കൂടാതെ ഒരു വാഹനം ഓടിക്കുക എന്നാണ്. ഞാനത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കാണിച്ചു തന്നിട്ടാണ് ആ വണ്ടി എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അറിയാവുന്ന ആരും ഇത് കാണണ്ട, കാരണം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വെറുതെ കണ്ട് സമയം കളയേണ്ട കാര്യമില്ല. അറിയാത്തവരാണോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റയും തുടങ്ങുക, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയും ഫേസ്ബുക്കും കാണുന്നവർ യൂട്യൂബ് കാണണ്ടെന്നോ, അതുപോലെ യൂട്യൂബ് കാണുന്നവർ ഫേസ്ബുക്ക് ഇൻസ്റ്റയും കാണേണ്ടതല്ല പറയുന്നത്. അതുവഴിയാണെങ്കിൽ നമ്മുടെ മൂന്നിന്റെ പേര് ഒരേ പേര്, ജോ ഡ്രൈവിംഗ് തന്നെയാണ്. നിങ്ങൾ അത് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിങ് എന്നുള്ളത്, പലരും ലൈസൻസും കൈവച്ച് വാഹനം ഇല്ലാണ്ട് പലരും ഞാൻ പഠിച്ചതാണെന്ന് നോക്കിയിരിക്കുന്നല്ലാതെ വണ്ടിയെ കയറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് നമ്മുടെ കൺമുമ്പിലാണെങ്കിലും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. പിന്നെ ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നത്, ഗ്യാരണ്ടി തരുന്നത്, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഞാൻ പഠിപ്പിച്ചവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ട്. ഞാൻ അവരോട് ചെന്ന് ചോദിക്കുന്ന, ആദ്യമേ ചെല്ലുമ്പോഴേ ചോദിക്കും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പൊ പിന്നെ ആ മിസ്റ്റേക്ക് എല്ലാവർക്കും ചിലപ്പം ഞാൻ കയറ്റി എഴുതി നോക്കുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ട്രിക്കും ടിപ്സും വീഡിയോയുടെ പറയുന്നത്. പലർക്കും പല പല മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം, എന്റെ ജില്ല ഏതാണ് കരുതണ്ട. പലരും എന്നെ വിളിച്ചു നോക്കി ഇപ്പോഴും എന്റെ ജില്ലയിൽ വരും, ഈ ജില്ലയിൽ വരും, ഈ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ്, ഇങ്ങേറ്റമായ തിരുവനന്തപുരം, കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായവും പിന്നെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ലയിൽ കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യണം, ഒരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി എടുക്കണം. അത് കൃത്യമായിട്ട് ഒരു ഡ്രൈവിംഗ് സീറ്റ് കയറി ഇന്ന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറി ഇരുന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി, ഇതുപോലെ ചെയ്തുകൊണ്ട് എനിക്ക് ആ വണ്ടിയെ കയറി ഇരിക്കാനുള്ള പേടി മാറി, എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ പലയിടത്ത് നമ്മുടെ കയ്യും കാലും വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സീറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നിർത്തേണ്ടതുണ്ട്, തിരിക്കേണ്ട സമയത്തൊക്കെ നമ്മുടെ കയ്യും കാലും കൃത്യമായിട്ട് നമുക്ക് അതിലെത്താതെ വരുന്നത് നമുക്കൊരു കോൺഫിഡൻസ് കുറവ് വരാനുള്ള കാരണവും. അപ്പം ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ച് നിങ്ങൾ സീറ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ചാരും അതുപോലെ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് നിങ്ങൾ പൊക്കിക്കൊണ്ട് എന്താ നിങ്ങളുടെ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഈ സീറ്റിന്റെ ചാര് നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കുക എന്നുള്ളതാണ്. ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂട്രാക്കി വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിക്കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഗിയറിലായിരിക്കും വണ്ടി കിടക്കുക, നമുക്ക് എടുക്കുമ്പോൾ ആ ഗിയറിൽ എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും പിന്നെ വന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടണം. അതേസമയം നമ്മൾ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പലയിടങ്ങളിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓഫ് ആകും. ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്തായാലും ഗിയറിലായതുകൊണ്ടാണ് ഓഫ് ആയി പോകുന്നത്. അതായത് ന്യൂട്രൽ കിടക്കുന്ന വണ്ടി ഓഫ് ആവില്ല. അപ്പൊ ഗിയറിൽ പോകുമ്പോൾ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരേ ഗിയർ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ തേർഡ് ഗിയർ ആകാം, സെക്കൻഡ് ഗിയർ ആകാം. അപ്പൊ നമ്മൾ ആ ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മറ്റുള്ള വണ്ടികൾ വരുന്ന പെട്ടെന്ന് എടുക്കാനേ നോക്കത്തുള്ളൂ. നിങ്ങൾ കിടക്കുന്ന ഗിയർ ഏതാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വണ്ടി ഓടിക്കുന്നവരെ ഓഫ് ആകത്തുള്ളൂ.
അപ്പൊ ഓഫ് ആയാലും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു വണ്ടിയെ കണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ശ്രദ്ധ നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് മാറി ക്ലച്ച് എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. വണ്ടി ഏതായാലും ഓഫ് ആകത്തില്ല ന്യൂട്രൽ ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഗിയർ വീഴാത്തോണ്ടാണ്. അത് ഏത് ഗിയർ തന്നെ ഇടണം, ഫസ്റ്റ് ഗിയർ തന്നെ ഇടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ തന്നെ എടുത്തോളൂ. അല്ല നിങ്ങളോട് കൂടി ഇരുന്ന് എപ്പോഴും ഫസ്റ്റ് ഇട് എന്ന് ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു വണ്ടി എടുക്കുന്ന നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ മറന്നു പോകുന്നതും വണ്ടി ഓഫ് ആയി കഴിയുമ്പോൾ നമുക്ക് ഏത് ഗിയറിലാണ് കിടക്കുന്നത് അറിയാതെ വരുന്നു. അപ്പൊ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ക്ലച്ച് ഔട്ടി ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോന്നോരോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ മിററുകൾ നമ്മൾ കൃത്യമാണോ എന്ന് നോക്കുക. നമുക്ക് വാഹനം ഓടിക്കേണ്ടതാണ്. നമുക്ക് ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അറിയില്ല ഇത് എന്തിനാണെന്ന് പോലും പലർക്കും അറിയില്ല. കാരണം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് കൂടുതലായിട്ടും അവരെന്തിനാണെന്ന് പോലും അവർക്ക് അറിയാത്തതും. പിന്നെ പലരും മടക്കി വെച്ചുകൊണ്ടാണ് ഇത് ഓടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് മടക്കി വെച്ചത്. നിങ്ങൾ ഒരു കാരണവശാലും മിറർ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി കാണാൻ വേണ്ടിയിട്ടാണ്. അത് കാണത്തക്ക രീതിയിൽ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാൽഭാഗം മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ. ഞാനിപ്പോ അത് തുടക്കത്തെ ഉള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാൽഭാഗം മുഖം ഞാൻ ഇതിനെപ്പറ്റിയുള്ള എങ്ങനെയൊക്കെ കയറി എടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ അതിന് ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ആ വീഡിയോ മറക്കാതെ കയറി കണ്ടാൽ എങ്ങനെയാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും എന്തെല്ലാം ചെയ്യണമെന്നെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകും. കാൽഭാഗം മുക്കാൽ ഭാഗം മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. സീറ്റ് ബെൽറ്റും ഈ സമയത്ത് വേണം നിങ്ങൾ ഇടാൻ. അല്ലാതെ കയറി ഇരിക്കുകയാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. അതിനുശേഷം നമ്മൾ ബാക്കിൽ വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടെടുക്കുന്നതിലല്ല അവിടെ പ്രാധാന്യം വരുന്നത്. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡും നമ്മുടെ സൈഡ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കറിയത്തില്ല വണ്ടിയുടെ വീൽ ഒടിഞ്ഞു കിടക്കുവാണോ തിരിഞ്ഞു കിടക്കുവാണോ നേരെ കിടക്കുവാണോ അറിയത്തില്ല. എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, വണ്ടി ഇടിക്കും. അതുകൊണ്ട് മിററിൽ നോക്കി എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. മിററിൽ നോക്കുമ്പോൾ വണ്ടി വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അവിടെ ഇൻഡിക്കേറ്റർ കത്തിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അത് തെറ്റല്ല, ഇടുന്നത് കൊണ്ട് തെറ്റുമില്ല. ഒരു ഇൻഡിക്കേറ്റർ കൊടുത്താൽ പക്ഷെ പ്രാധാന്യം കൊടുക്കേണ്ടത് മിററിൽ നോക്കി എടുക്കേണ്ടതിനാണ്. അപ്പൊ മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ബ്രേക്കിൽ നിന്നും കാല് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ നിങ്ങൾ കാലെടുക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് എടുത്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓഫ് ആയി പോയാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ തന്നെ, അതായത് ബ്രേക്ക് വെച്ചിട്ട് ക്ലച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇട്ട് ക്ലച്ചായിട്ട് മുറുക്കും. ഈ മുറുക്കി കഴിയുമ്പോൾ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തെറിച്ചങ്ങ് പോകും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ കാലുകൾ കൃത്യമായി വഴക്കമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് പേടി തോന്നും, പെട്ടെന്ന് പോയി ഇടിക്കും എന്നുള്ള പേടി തോന്നും. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചവിട്ടും, പിന്നെ വണ്ടി ഓഫ് ആയി ക്ലച്ച് ചവിട്ടാൻ മറന്നുപോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസം വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കുന്നത്, നമ്മൾ ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ സ്ലോ ചെയ്യാനും നിർത്താനാണ് ബ്രേക്ക്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സ്ലോ ചെയ്യാനും നിർത്താനും അല്ല, എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കണം. ബാക്കിലോട്ടോ മുന്നോട്ടോ പോകുന്നില്ല, ബ്രേക്കിൽ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, നമ്മൾ ബ്രേക്ക് വെച്ചിട്ട് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ കാലെടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഞാൻ ഇത് ലൈവായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ബ്രേക്കിൽ നിന്ന് കാല് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ആവശ്യം, വണ്ടി എടുക്കണം. അല്ല നിങ്ങൾ ബ്രേക്ക് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ എത്രത്തോളം നമുക്ക് സ്പേസ് ഉണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ ഓടാവൂ. നമുക്ക് സ്പേസ് കുറവാണ്. നമുക്ക് ഇപ്പൊ തിരിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം, എന്നിട്ട് റൈറ്റ് തിരിയണം. ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അടുത്ത ഗിയർ കൊടുക്കുന്നില്ല. എനിക്ക് പതിയെ അവിടെ കൊണ്ട് നിർത്തേണ്ടതുണ്ട്. കാരണം ഈ സൈഡിൽ നിന്നെല്ലാം വണ്ടികൾ വരും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു 5 അടിക്ക് മുമ്പാണ് നിങ്ങൾ ക്ലച്ച് ചവിട്ടി അങ്ങ് പിടിക്കുക. കണ്ടില്ലേ, ക്ലച്ച് ചവിട്ടി കഴിയുമ്പോൾ നമുക്കത് ഈ വരുന്ന സ്പീഡിനനുസരിച്ച് നമുക്കത് ഉരുണ്ട് തരും വണ്ടി. കണ്ട, കൃത്യമായിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് അവിടുന്ന് വരുന്ന വണ്ടിയും ഇവിടുന്ന് വരുന്ന വണ്ടിയും നമുക്ക് കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലച്ച് ചവിട്ടി പിടിച്ച് നിങ്ങൾ ബ്രേക്ക് വെക്കാതെ മുന്നോട്ട് പോകുന്നത്. അല്ല നിങ്ങൾ മുന്നോട്ട് നോക്കിയിരിക്കേണ്ട, കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെയും കാണാം ഇവിടെയും കാണുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിർത്തി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കും. നമുക്കിപ്പോൾ ലെഫ്റ്റ് പോയി റൈറ്റ് പോകണം. അതിനുവേണ്ടി ഞാനിപ്പോ ഈ ലെഫ്റ്റ് തിരിച്ച് കണ്ടില്ലേ പതുക്കെ എടുത്തു. എനിക്ക് റൈറ്റിലേക്ക് പോകണം. ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്തു, റൈറ്റിൽ ഇൻഡിക്കേറ്ററും കൊടുത്തു. മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി, ഫ്രണ്ടിലും വണ്ടി ഇല്ലെന്ന് കണ്ടാൽ ഞാൻ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ വണ്ടിയെ കൊണ്ടുവന്നത്. കണ്ടേ, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരിക്കലും. നമുക്ക് അതുകൊണ്ട് ഇവിടെ വരുന്നതിനനുസരിച്ച് തെളി വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യോ, ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്ലാസ്സിലേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ വീല് നിവർത്തി പിടിക്കുക. കണ്ട, എന്നിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാൻ നേടില്ല, ഞാൻ ബ്രേക്കിലും ക്ലച്ചിലുമാണ് ഈ പോകുന്നത്. നമുക്ക് ആക്സിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാ, സ്പീഡിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഈ വണ്ടി നമുക്ക് സ്പേസ് കുറവാണ്, തിരിക്കണം വളയ്ക്കണം പതിയെ പോയാൽ മതി എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്സിലേറ്റർ ഉപയോഗിക്കരുത്. നമുക്ക് അവിടെ ആവശ്യം ബ്രേക്കും ക്ലച്ചുമാണ്. നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ തന്നെ നമുക്ക് സ്പീഡ് ഉണ്ട്, പിന്നെ ആക്സിലേറ്ററിന്റെ ആവശ്യം അവിടെ വരുന്നില്ല, ക്ലച്ചിൽ തന്നെ മൂവ് ആവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ അടുത്ത ഗിയറുകളൊക്കെ മാറി കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. എനിക്കിപ്പോ അടുത്ത ഗിയർ ഇടണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം,
നമ്മുടെ സൈഡ് കറക്റ്റ് ആക്കുക, ക്ലച്ച് ചവിട്ടി കൊടുക്കുക, അടുത്ത ഗിയർ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഈ ഒരു രീതി തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫസ്റ്റിലും സെക്കൻഡിലും നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് ബാലൻസ് ആക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ നിങ്ങളെ ഓടിക്കേണ്ട രീതിയും അതേ രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചത്. നിങ്ങളിപ്പോ ഫസ്റ്റ് ഗിയർ ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഇട്ടു, അതിനുശേഷം നിങ്ങൾ ഇത് ബാലൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്ലച്ച് ചവിട്ടി സൈഡിലേക്കാക്കി നേരെയാക്കി അതിനുശേഷം ബ്രേക്കോടെ വെച്ച് വണ്ടി നിർത്തുക. നിർത്തിയതിനു ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിൽക്കുന്ന വണ്ടി നമുക്ക് ഏത് ഗിയറിൽ എടുക്കണം? ഫസ്റ്റ് ഗിയറിൽ എടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഗിയർ വീണ്ടും കൊടുത്തെടുക്കുക. കാരണം ഇങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിർത്തിയിട്ട് എടുക്കുമ്പോഴും ഓർമ്മ നിന്നുകൊണ്ട് നമ്മൾ ഏത് ഗിയറിൽ കിടന്നാലും പെട്ടെന്ന് എന്ത് നമ്മുടെ കൈ വന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ല നിങ്ങൾ പലരും എന്ത് ചെയ്യും, ഈ 3-4 ഗിയറൊക്കെ ഇടും, പക്ഷെ നിർത്തിയതിനു ശേഷം ഗിയർ ഫസ്റ്റ് ഇട്ടെടുക്കാൻ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ നിർത്തിയെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടെടുക്കും. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആണ്, നമ്മുടെ സൈഡ് തന്നെയാണ്, ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നില്ല, നമുക്ക് സ്പേസ് കാണാം. അതൊന്നും കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഗിയർ എടുക്കാവൂ. കണ്ടോ, എന്റെ സൈഡ് തന്നെയാണ്, എനിക്ക് ഫ്രണ്ടും കാണുകയും ചെയ്യാം. ഞാൻ ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടില്ലേ? അപ്പൊ ഈ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും ഒന്ന് നിർത്തി കാണിക്കണം തന്നെ കാണിക്കാം. അതിനല്ല ക്ലച്ച് ചവിട്ടി സൈഡ് ചേർത്തു നേരെയാക്കി ബ്രേക്ക് വെച്ചു. അല്ലാതെ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ സൈഡ് ചേർത്ത് നിർത്തുന്ന സമയത്ത് കൊണ്ട് നിർത്തുന്ന ഭാഗത്ത് വരുമ്പോൾ ഒരുപോലെ നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തരുത്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി നേരെ നിൽക്കാൻ പ്രയാസവും നേരെ ആകാത്തതിന്റെ കാരണം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വണ്ടി നിർത്തണമെങ്കിൽ ഫസ്റ്റിലും സെക്കൻഡിലും ആണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുക, നേരെയാക്കുക, ബ്രേക്ക് വെക്കുക. നമ്മൾ 2 കാര്യങ്ങളെ പഠിച്ചത്, ക്ലച്ചും ബ്രേക്കും ചവിട്ടാനാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് വണ്ടി നേരെ ആകാത്തതിന്റെ കാരണം. അപ്പൊ ക്ലച്ച് ചവിട്ടുന്നത് നേരെ ആയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് വെക്കാം. അതേസമയത്ത് ഞാൻ കൊണ്ട് നിർത്തുന്ന സമയത്താണ് 2 കൂടെ ചവിട്ടുന്നതെങ്കിലോ വണ്ടി നേരെ ആകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി വെച്ചാലും വണ്ടി നേരെ ആണോന്നില്ല. അപ്പൊ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആക്കാനുള്ള സാവകാശം ഉണ്ടാവും. നമ്മൾ ഓടി വരുന്ന വണ്ടിയാണ്, നമുക്ക് അത്ര ഉരുണ്ട് തരും. കാരണം നമ്മളെ സൈഡ് ചേർന്നല്ല വരുന്നത്, നമ്മൾ സ്വല്പം മാറിയാ വരുന്നത്. അപ്പം നിർത്തുമ്പോൾ നമ്മൾ ഇവിടെ അല്ല നിർത്തുന്നത്, എന്താ ചെയ്യുന്നത്, സൈഡ് ചേർത്താ വരുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സൈഡിലേക്കാക്കുന്നു, വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റ് നേരെയാക്കുന്നു, നേരെ അതിനുശേഷം ബ്രേക്കോടെ വെച്ച് നിർത്തുന്നു. കണ്ടില്ലേ? അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേടി കൂടാതെ ഒരു വണ്ടി എടുക്കാനും നിർത്താനുള്ള ആ ഒരു ബാലൻസ് കിട്ടും. അപ്പൊ ഇത് ബാലൻസ് ആയാലും നമുക്ക് അടുത്ത ഗിയറുകൾ പോകാൻ നമുക്ക് സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് റേഞ്ച് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് ഒരിക്കലും ഡ്രൈവർ ആകുന്നില്ല. പിന്നെ നിങ്ങളൊരു കാര്യം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ നോക്കി നിങ്ങൾ ഗിയർ ഇടാനും പഠിക്കുക. ഇത് കണ്ടില്ലേ, നേരെ നോക്കി ഫസ്റ്റ് ഇടുക. നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആ ഗിയറിന്റെ മുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഫസ്റ്റ് എവിടെയാ, സെക്കൻഡ് എവിടെയാ, തേർഡ് എവിടെയാ, ഫോർത്ത് എവിടെയാ, ഫിഫ്ത്ത് എവിടെയാ മനസ്സിലാകും. അതിന് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ നേരെ നിർത്തിക്കൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ഇടുക, അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ സെക്കൻഡ് ഇടുക, വീണ്ടും തേർഡ് ഇടുക, വീണ്ടും ഫോർത്ത് ഇടുക, വീണ്ടും തേർഡ് ആക്കുക, സെക്കൻഡ് ആക്കുക. ഇപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ആ വണ്ടി റോഡിൽ നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും കിടക്കുന്ന ഗിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഗിയർ നിങ്ങൾക്ക് ഡൗൺ ആക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കൈ എന്ത് ചെയ്യും, ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്നടത്താണ് തേർഡ് അല്ല ഇന്നടത്താണ് സെക്കൻഡ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാം, ഗിയർ ഡൗൺ ചെയ്യാനും പറ്റും. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർ എന്ത് ചെയ്യും, ഗിയർ ഇടാൻ പ്രാക്ടീസ് ചെയ്യണം വേണ്ടത് ഗിയറിലേക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പം കറക്റ്റായിട്ട് ഇടാൻ പറ്റും, തെറ്റുന്നില്ല, കറക്റ്റായിട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഗിയറിലേക്ക് നോക്കിയല്ല ഗിയർ ഇടുന്നത്, എങ്ങോട്ട് നോക്കിയാ, മുൻപോട്ടേ നോക്കിയാ. അപ്പം അവിടെ നമുക്ക് നോക്കുമ്പോഴും നമ്മുടെ കൈ തെറ്റാതെ നമുക്ക് ഗിയറിലേക്ക് കറക്റ്റായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഗിയർ ഒന്ന് ഇടാൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഓടിക്കുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ കൃത്യമായിട്ട് നമുക്ക് ഗിയർ ഇടാൻ കഴിയത്തുള്ളൂ. പലരും എന്നെ വിളിക്കുന്നവരാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നവരാകുമ്പോൾ എന്താ മിസ്റ്റേക്ക് എന്ന് ചോദിക്കും, പറയും എനിക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റിപ്പോകുന്നു, സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റിപ്പോകുന്നു പറയും. അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾ ഇതേ നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ നിങ്ങളുടെ ക്ലച്ച് ചവിട്ടാനും അതുപോലെ തന്നെ ബ്രേക്ക് ആക്സിലേറ്റർ കൃത്യമായിട്ട് നിങ്ങളുടെ കാലുകൾ കൃത്യമായിട്ട് മൂവ്മെന്റ്സ് ചെയ്യാനും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ബാലൻസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എവിടെയാണ് കാലിരിക്കുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാലുകൾ എവിടെ ഇരിക്കുന്നതെന്നും നിങ്ങൾ തപ്പാൻ പോകുന്നതിന്റെ കാരണം, നിങ്ങൾക്ക് പേടി വരാനുള്ള കാരണം നിങ്ങൾ ഓടിച്ചോണ്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാണ്. നമ്മൾ ഓടിക്കുന്നതിന് മുമ്പ് അല്ലാതെ നമ്മുടെ കൈ കൊണ്ടും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അത് കൃത്യമായിട്ട് എല്ലായിടത്തും എനിക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ എന്റെ ക്ലച്ചിലേക്ക് കാലുകൾ പോകുന്നുണ്ടോ നേരെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ എനിക്ക് ബ്രേക്ക് വാസമായിട്ടും ചവിട്ടുന്ന റൈറ്റ് സൈഡിലെ റൈറ്റ് കാലും കൊണ്ടാണ്. അപ്പൊ ബ്രേക്ക് വാസമായിട്ടും കൃത്യമായിട്ട് എന്റെ കാലുകൾ പോകുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ, കാരണം നമുക്ക് ഇവിടെ നോക്കാൻ പാടില്ല. മുൻപിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിയെ പോയി തട്ടും, വണ്ടി പല ദേശത്തോട്ട് പോകും, പല സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി ഇടിക്കും. നോക്കാതെ തന്നെ നമുക്ക് ഇത് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ,
ഇത് നിങ്ങൾ അല്ലാതെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് പേടിയും വിറയലും വെപ്രാളവും കൂടാതെ സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്ന ആരായാലും നമുക്ക് പേടി കൂടാതെ വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളുടെ കാര്യങ്ങളുണ്ട് അതിന് ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അത് ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങളത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.